ജനാധിപത്യ കേരള കോൺഗ്രസ് മതേതര ശക്തികളുമായി ചേർന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയം. എത്രനാൾ മന്ത്രിയായിരുന്നു എന്നതിലല്ല, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിലാണ് കാര്യമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ KM ജോർജ് മരിക്കാനിടയായ പിന്നിൽ നിന്നുള്ള കുത്ത് ആരുടേതാണെന്ന് KM മാണി വ്യക്തമാക്കണമെന്ന് PC ജോസഫ് ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ആന്റണി രാജു അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇടതുപക്ഷ മതേതര ശക്തികളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. മതനിരപേക്ഷ കർഷക സൗഹൃദ പുരോഗമന മൂല്യങ്ങൾ കൈമുതലായുള്ള ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ജനകീയ മുന്നേറ്റത്തിന് അണിചേരാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനം തീരുമാനിക്കുന്നു. സ്ഥാനമാനങ്ങൾ നോക്കി ആരാണ് പോകുന്നതെന്ന് KM മാണി സ്വയം ഒന്ന് വിലയിരുത്തണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. തങ്ങൾക്ക് പലതും പറയാനുണ്ടെങ്കിലും ഇപ്പോഴൊന്നും പറയുന്നില്ല. എത്ര കാലം മന്ത്രിയായിരുന്നു എന്നതിലല്ല, എന്തു ചെയ്തു എന്നതിലാണ് കാര്യമെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ ചില വ്യക്തമായിട്ട് കാഴ്ചപ്പാടുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരാളും അങ്ങനെ ദീർഘകാലം മന്ത്രിയായിരിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മന്ത്രിയായാൽ മതി. പാർട്ടി സ്ഥാപക ചെയർമാൻ KM ജോർജ് മരിക്കാൻ കാരണമായ പിന്നിൽ നിന്നുള്ള കുത്ത് ആരുടേതാണെന്ന് പറയാൻ KM മാണിക്ക് ബാധ്യതയുണ്ടെന്ന് PC ജോസഫ് പറഞ്ഞു. മഹാനായ KM ജോർജ് ഹൃദയവേദനയോടെ കാലയവനികയ്ക്കുള്ളിൽ മാറുന്നത് ആരുടെ കൂട്ടുകൊണ്ടാണ് എന്ന് ശ്രീ KM മാണി കേരള സമൂഹം വെളിപ്പെടുത്തുന്നവരെ. പാർട്ടി സ്ഥാപക നേതാക്കളായ പൊടിപ്പാറ സ്കറിയ, മാത്തച്ചൻ കുരുവിലാക്കുന്നേലിന്റെ മകൻ മാത്തച്ചൻ, കാരക്കൽ കുഞ്ഞേട്ടൻ, ആദ്യകാല MLA KJ ചാക്കോ തുടങ്ങിയവരെ സാക്ഷി നിർത്തിയായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആദ്യ സംസ്ഥാന പ്രതിനിധി സമ്മേളനം. റിപ്പോർട്ടർ, കോട്ടയം.